2025 മോഡലാണ്. വെറും 4000 കിലോമീറ്റർ ഓടിയേക്കുന്ന സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന VX വേരിയന്റ്. 4000 മാത്രം. പുതിയ വണ്ടി നോക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഫുൾ ഓൺ ക്യാഷ് ബാക്കും കൊടുക്കാം. നമുക്ക് 18 മോഡൽ ഉണ്ടല്ലോ. പെട്രോൾ ഓട്ടോമാറ്റിക്. ഓക്കെ, അപ്പോൾ ഫുൾ ഓണിൽ ഒരു ക്രെറ്റയും കൂടി. ഇതൊക്കെ താറ് ജിമ്മിയൊക്കെ എടുക്കാൻ തുടങ്ങിയത് ഏതായാലും കാലം പോണ കോലോത് മാറി വെക്കാമല്ലോ. 2025 7000 കിലോമീറ്റർ മാത്രം ഓടിക്കണ 4-wheel ഡ്രൈവറിന് ജിമ്നി. 4-wheel ഡ്രൈവ് ഓടാൻ മറന്നുപോയ വണ്ടി. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വീണ്ടും അനസ്കാൻ്റെ അടുത്തെത്തി. കണ്ണൂർ ഓട്ടോ ബോട്ട്, അതായത് എടക്കാട്, കണ്ണൂർ എടക്കാടാണ്. എടക്കാട് പോലീസ് സ്റ്റേഷന് തൊട്ടടുത്ത്. ഏകദേശം 100-120 എത്ര കാറുണ്ട് ഇവിടെ? 145 വണ്ടി. ഞാൻ കുറക്കുന്നില്ല, കഴിഞ്ഞ വർഷമായിരുന്നു. അതിൽ തന്നെ എത്ര ബഡ്ജറ്റ് മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്? നമുക്കൊരു 40,000 രൂപ മേളിലൊക്കെ ഉള്ള വണ്ടി കൊടുക്കും. 40,000 മുതൽ, അതായത് പുറത്തെ യാർഡുണ്ട്, അകത്ത് സെപ്പറേറ്റും ഉണ്ട്. അപ്പോൾ അത് മാത്രമല്ല, കാറൻ ബൈക്കിൻ്റെ ഫ്രാഞ്ചൈസ് കൂടെ ഉണ്ട് മൂപ്പർക്ക്. കാറൻ ബൈക്ക് പവർഡ് ബൈ മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സിൻ്റെ. അപ്പോൾ അവരുടെ വാഹനങ്ങൾ വാറണ്ടി ലഭിക്കുന്നത് എല്ലാ വർഷവും വാറണ്ടി കൊടുക്കാൻ പറ്റുന്ന വണ്ടികളുണ്ട്, വാറണ്ടി ഇല്ലാത്ത വണ്ടികളുണ്ട്, എല്ലാ സെഗ്മെൻറ്റും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വന്നിട്ട് നോക്കിയിട്ട് എടുക്കാം അല്ലേ, ഏത് വേണമെന്നുണ്ടെങ്കിലും. ഓക്കെ, 40,000 മുതലുള്ള കാറുകളുടെ നമ്മൾ കുറച്ച് വണ്ടി എന്തായാലും കാണിച്ചു തരാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം. അനസ്ക, നമുക്ക് വില കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് എല്ലാ മാസം ഓഫർ തന്നെയുള്ള വിഷുവിന്റെ ഓഫർ നമുക്ക് കഴിഞ്ഞിട്ടില്ല, തുടരുന്നു. അതെ, എല്ലാ മാസം ഓഫറാണ്. മാക്സിമം വില കുറച്ചിട്ട് തന്നെ വണ്ടിയിൽ പ്രൈസ് ഇട്ടേക്കേണ്ടത്. 2 വർഷം വാറണ്ടി മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. നമുക്ക് വണ്ടി നോക്കാൻ വരുന്ന ആൾക്കാർ മാക്സിമം വണ്ടി നോക്കി ചെക്ക് ചെയ്ത് പരിപൂർണ്ണ തൃപ്തിയോടുകൂടി വണ്ടി വാങ്ങുക, എടുക്കുക. ഓക്കെ, ബാക്കി വാറണ്ടി ഉള്ള വണ്ടിക്ക് എന്തായാലും അതൊന്നും ബാധകമല്ല. അത് വാറണ്ടി ഉള്ള വണ്ടികൾക്ക് പ്രശ്നമില്ല, അത് മഹീന്ദ്ര നോക്കിക്കോളൂ. ഓക്കെ, അപ്പോൾ ബാക്കി ഇങ്ങോട്ടേക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇതാ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാനും ഒന്നും വിട്ടുവരുത്. അതേപോലെ എല്ലാവരും ഒന്ന് കമൻസിലേക്ക് പോകാം. ജസ്റ്റ് നിങ്ങളുടെ പേരോ ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാവരും നമുക്കൊന്ന് പരിചയപ്പെട്ടിരിക്കാം അല്ലേ? അതെ, ബാക്കി ഓരോന്നായിട്ട് നമുക്ക് വീഡിയോയിൽ കാണാം. നമ്മുടെ ആദ്യ വാഹനം മഹീന്ദ്രയുടെ ഥാറാണ്. KL 60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ. ഇവിടെ അങ്ങനെ കാണാത്തൊരൈറ്റാണ്, അതുകൊണ്ട് ഫസ്റ്റ് ഇത് തന്നെ പരിചയപ്പെടാൻ വിചാരിച്ചേ. ആദ്യമായിട്ടാണ് താർ എടുക്കുന്നത്? താറ് ഫസ്റ്റ് ആണല്ലേ? ഓക്കെ, ഇതുവരെ ഇത്രയും കാലത്തിലടക്കം നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ട് 6-7 വർഷമായി പുള്ളിയുടെ അടുത്ത് ഇതുവരെ താർ എടുത്തിട്ടില്ല. അപ്പോൾ താറ് വൈറ്റ് കളറ്, ഏതാ മോഡലൊക്കെ? ഇത് 2024 മോഡലാണ്. വെറും 24,000 കിലോമീറ്റർ ഓടിയുള്ള സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നോ കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന 24 മോഡൽ താർ. സെക്കൻഡ് വേരിയന്റ് വരുന്ന 2-wheel ഡ്രൈവ്. പക്ഷേ എന്നാലും ഒരുപാട് ഫിറ്റിംഗ്സ് വേണ്ടി അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഡീസൽ? അതെ, ഡീസൽ 2-wheel ഡ്രൈവ് LXT മാനുവൽ ആണ്. അന്നിറങ്ങുമ്പോൾ തന്നെ എത്രയോ 15 സംതിങ് ഉണ്ട്. ഇപ്പോഴും 15-40 ആ റേഞ്ച് വില വരുന്നുണ്ട് ഇപ്പൊ ഇറങ്ങുന്ന വണ്ടി. പക്ഷെ ഒരുപാട് ഫിറ്റിംഗ്സ് ഉണ്ട്. ഇതാണ് ഇതിന്റെ. എത്ര ലക്ഷത്തിന്റെ ഫിറ്റിംഗ്സ്? എന്തായാലും 1 ലക്ഷം അടുത്ത മേളിൽ എന്തായാലും ഉണ്ടാവും. 1 ലക്ഷത്തിന്റെ മേളിൽ സുമാർ പറഞ്ഞാൽ 1 ലക്ഷത്തിന്റെ മേളിൽ എന്തായാലും ഉണ്ട്. ഓക്കെ, ഇതെല്ലാം മാറി. പക്ഷേ എക്സ്റ്റൻഡ് വാറണ്ടി കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ്. 2024 മോഡൽ, വെറും 24,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ക്ലാസ് വണ്ടി. ഓക്കെ, 12,75,000 രൂപയ്ക്ക് ഫുൾ ലോൺ കൊടുക്കാം. നമുക്ക് 12,75,000 രൂപയ്ക്ക് 12,75,000 നിങ്ങൾക്ക് കൊണ്ടുപോയി. 24 മോഡൽ താറാണ്, എക്സ്റ്റൻഡ് വാറണ്ടി ഉൾപ്പെടെ. കമ്പനി വാറണ്ടി തന്നെ നിൽക്കുന്ന വാഹനമാണ്. താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. സിംഗിൾ ഓണർഷിപ്പ് കിടക്കാണ്. പുതിയൊരു വണ്ടി നോക്കാൻ പോകുന്നവരുണ്ടെങ്കിൽ ഒന്ന് പരിഗണിച്ചോ. തീർച്ചയായും അല്ലേ? തീർച്ചയായും. ഓക്കെ, ലോൺ മാക്സിമം കിട്ടൂലേ? ഫുൾ ലോൺ കൊടുക്കാം. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ കിട്ടും. അനസ്കാരെ ആട് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഓരോ വാഹനത്തിന്റെ ഇടക്കോട്ട് ഇങ്ങനെ ജസ്റ്റ് നടന്നു പോകാൻ പറ്റും. അത്ര ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും ഫോട്ടോ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു. ഞാൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാണാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ ഞാൻ എല്ലാ സൈഡും കാണിക്കാറുണ്ട്, ഇന്റീരിയറും കാണിക്കാറുണ്ട്. അപ്പോൾ മിസ്സിംഗ് ഉണ്ടെങ്കിൽ പുള്ളിയെ ചോദിച്ചു കഴിഞ്ഞാൽ ഫോട്ടോ എല്ലാ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത റിനോന്റെ കൈഗറാണ്. ഇത് 2022 മോഡൽ കൈഗർ, തലശ്ശേരി വണ്ടി, KL 58. അതെ, 2022 മോഡൽ കൈഗർ RXZ ഏറ്റവും ടോപ്പ് എൻഡ്. ഓക്കെ, മാനുവൽ ആണ്, സിംഗിൾ ഓണർഷിപ്പ്, 50,000 കിലോമീറ്റർ ഓടിയാണ്. ആക്സിഡന്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല, നല്ല വണ്ടി. ഓക്കെ, 22 50,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. പിന്നെ മാനുവൽ ആണ്, ടർബോ എഞ്ചിനല്ല വരിക. അതുകൊണ്ട് തന്നെ മൈലേജ് ഒരു 13, 16, 17 വരെയൊക്കെ ഏകദേശം മൈലേജ് കിട്ടും. 1 ലിറ്റർ മാനുവൽ ഇതാണ് വരുന്നത്. ഡ്രൈവും ക്ലെയിമും കാര്യം എന്തെങ്കിലും ഒന്നുമില്ല. ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. ഏറ്റവും ഫുൾ ഓപ്ഷൻ ആട്ടാ, എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. എല്ലാ ഫീച്ചേഴ്സും വരും. പിന്നെ എത്ര ചോദ്യം? 5,25,000 രൂപ കൊടുക്കാം. 2022 മോഡൽ RXZ ഫുൾ ഓപ്ഷൻ കൈഗർ. 22 മോഡലുണ്ട്. 5,25,000 രൂപയ്ക്ക് ഫുൾ ഓപ്ഷൻ മാനുവൽ വാഹനം കൊണ്ടുപോകാം. അതും ഫുൾ ലോൺ കിട്ടുകയും ചെയ്യും. കൊടുക്കാം. അപ്പോൾ നല്ലൊരു വണ്ടിയാണ്, ഒരു കോമ്പാക്ട് SUV.
ഫുൾ ഓൺലി. അടുത്തൊരു ബ്ലാക്ക് ഹ്യുണ്ടായി ക്രെറ്റയാണ്, KL 58, തലശ്ശേരി വണ്ടി തന്നെ. അതെ. ഏതാ മോഡൽ ഇത്? ഇത് 2022 മോഡലാണ്, ഡീസലാണ്, മാനുവൽ ക്രെറ്റ. 2022 മോഡൽ മാനുവൽ ക്രെറ്റ ഡീസൽ. ഒരു 17-18 റേഞ്ചൊക്കെ ഏകദേശം മൈലേജ് ലോങ്ങിലൊക്കെ കിട്ടും. ടൗണിലൊക്കെ ആണെങ്കിൽ 14-15 വരെയൊക്കെ. സിംഗിൾ ഓണർഷിപ്പ് ആണ്, ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ബ്ലാക്ക് കളറിൽ നല്ല. ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് ഏറ്റവും ഫുൾ ഓപ്ഷൻ തൊട്ട് താഴത്ത് SX അല്ലേ വരുന്നത്. ഓക്കെ. പക്ഷേ അലോയ്സും കാര്യങ്ങളൊക്കെ മാറ്റി ചെയ്തിട്ടുണ്ട്. ഗ്രില്ലും ഇതൊക്കെ മാറ്റിയിട്ടുണ്ട് ഫ്രണ്ട് എന്നല്ല. അതെ. ഓക്കെ. വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ല. കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടി. ഓക്കെ. 22 ഡീസൽ മാനുവൽ ആണ്. മൈലേജിൽ ഒരു ക്രെറ്റ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ. സിംഗിൾ ഓണർഷിപ്പിൽ തരുന്ന നല്ല ക്ലാസ് വണ്ടി, നല്ല വണ്ടി. എത്ര ചോദ്യം എത്രയാ? ഇത് നമുക്ക് 9,80,000 രൂപ ഫുൾ ഓൺ. 2022 മോഡൽ ഡീസൽ ക്രെറ്റ. അന്ന് ഇറങ്ങുമ്പോൾ ഫുൾ ഓപ്ഷന് 17 ഉണ്ട്. ഇതിന് എനിക്ക് തോന്നുന്നു ഒരു 16 ഉണ്ടാവും അല്ലേ? 16 മേളിലുണ്ടാവൂലേ? മേളിലുണ്ടാവും തോന്നുന്നു. അതെ. ഓക്കെ. ഫുൾ ഓപ്ഷൻ അന്ന് 17 വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ. അപ്പോൾ 9,80,000 ഇപ്പോൾ നിങ്ങൾക്ക് 22 മോഡൽ ഡീസൽ മാനുവൽ ക്രെറ്റ കിട്ടുന്നത്. ടോപ്പിൻ്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. അലോയ്സും കാര്യങ്ങളൊക്കെ അഡീഷണൽ മാറ്റി ചെയ്തേക്കുന്ന വണ്ടിയാണ്. അപ്പോൾ ഫുൾ ഓണും കിട്ടും അല്ലേ? ഫുൾ ഓൺ. പ്രോപ്പർ ട്രാക്ക്. മാക്സിമം വില കുറച്ചിട്ട് തന്നെ പറഞ്ഞേക്കണം എല്ലാ വണ്ടി. വലിയ വണ്ടിയൊക്കെ വളരെ ചെറിയ പൈസക്ക് തന്നെ കൊടുക്കണം. അടുത്തത് KL 5 കോട്ടയം രജിസ്ട്രേഷനിൽ വരുന്ന മാരുതി സുസുക്കിയുടെ XL6. അതായത് ഒരു 6 സീറ്റർ വാഹനമാണ്. എർട്ടിഗയുടെ സെയിം പ്ലാറ്റ്ഫോമിൽ ഉണ്ടാക്കിയ വണ്ടിയാണ് അല്ലേ? അതെ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് ഓടാൻ മറന്നു പോയ വണ്ടി. 2022 മോഡൽ, 23 രജിസ്ട്രേഷൻ, വെറും 20,000 കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന SL6 ആൽഫ ഓട്ടോമാറ്റിക്. ഏറ്റവും ടോപ്പ് ഓട്ടോമാറ്റിക് AMT തന്നെ അല്ലേ? ക്വാളിറ്റി വണ്ടി, ഹൈ ക്വാളിറ്റി വണ്ടി. ഏറ്റവും ടോപ്പിനാണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ്, പുഷ് ബട്ടൺ, അലോയ്സ്, എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. 20,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 22 മോഡലുണ്ട്. 23 രജിസ്ട്രേഷൻ വരുന്ന വാഹനം സിംഗിൾ ഓൺ. 12 ലക്ഷം രൂപ ഫുൾ ഓൺ. 2022 മോഡൽ, 23 രജിസ്ട്രേഷൻ, SL6 ഓട്ടോമാറ്റിക് ആൽഫ വേരിയന്റ്. ഇത് സ്മാർട്ട് ഹൈബ്രിഡ് അല്ലേ? സ്മാർട്ട് ഹൈബ്രിഡ്. അപ്പോൾ മൈലേജ് ഉണ്ടാവും. ഒരു 14-17 ഒക്കെ ഏകദേശം ലോങ്ങിലൊക്കെ മൈലേജ് കിട്ടാൻ. 12 ലക്ഷം രൂപ കൊടുക്കാൻ പോകും. 12 ലക്ഷം രൂപ കൊടുക്കാം. 12 ലക്ഷത്തിന് ഇത് കൊണ്ടുപോകാം. ഓട്ടോമാറ്റിക് ആണ്, 6 സീറ്റർ വാഹനമാണ്. ഓക്കെ. അപ്പോൾ ലോ കിലോമീറ്റർ, ലോ മെയിൻ്റനൻസിൽ അത്യാവശ്യം മൈലേജിൽ കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു വണ്ടി. താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. ഫുൾ ഓണും കയറും. ഫുൾ ഓൺ. നേരത്തെ നമ്മളൊരു കൈകർ കണ്ടു. സെയിം ബ്ലാക്ക് കളർ ഒരു കൈകറാണിത്. KL 64 രജിസ്ട്രേഷനാണ്, ചാലക്കുടി വണ്ടി. ഇത് CVT ഓട്ടോമാറ്റിക് ആണ്. നേരത്തെ കണ്ടത് മാനുവൽ ആയിരുന്നു. 2 ഓട്ടോമാറ്റിക് വരുന്നുണ്ടെങ്കിൽ AMTയും CVTയും. ഇത് CVT ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനമാണ് അല്ലേ? അതെ. ഓക്കെ. 2023 മോഡലാണ്. 20,000 കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന RXZ വരുന്ന വേരിയന്റ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. ഇതും ഓടാൻ മറന്നുപോയ വണ്ടി. 20,000 കിലോമീറ്റർ ഓട്ടോമാറ്റിക് വാഹനം. ഇതിലും 6 എയർ ബാഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ്. പിന്നെ 10 മാസം വരെ വാറണ്ടിയിൽ നിൽക്കുന്ന വണ്ടിയാണ് കേട്ടോ. ഇത് ഈ വർഷം 10 മാസം വരെ, 26 10 മാസം വരെ കമ്പനി വാറണ്ടി തന്നെ വാറണ്ടി നിലനിൽക്കുന്ന വണ്ടി, നിലനിൽക്കുന്ന വണ്ടിയാണ്. നിങ്ങൾക്ക് വേണേൽ എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും. ഇനി 10 മാസത്തിനുള്ളിൽ നിങ്ങൾ എടുത്താൽ എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും. ക്ലെയിമും കാര്യമൊന്നുമില്ല. ക്വാളിറ്റി വണ്ടികളാണ് എല്ലാ വണ്ടി. ഫുൾ ഹിസ്റ്ററി ഉള്ള വണ്ടി. ഫുൾ ഹിസ്റ്ററി ഉണ്ട്. CVT ഓട്ടോമാറ്റിക് ആണ്. പവർ ലാഗോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല AMTനെ പോലെ. ഇതേപോലെ തന്നെ AMT വണ്ടിയും വേറൊരു ബ്ലൂ കളർ ഉണ്ട്. നമ്മൾ വീഡിയോ കാണിക്കുന്നില്ല, എന്നാലും അടുത്ത വീഡിയോ നമുക്ക് കാണിക്കാം. ഓക്കെ. AMT ഉണ്ട്, CVT ഉണ്ട്. അപ്പോൾ CVT ആണ്. എനിക്കൊന്ന് അന്ന് ഇറങ്ങുമ്പോൾ എത്രയാണ്? 12 13 രൂപ അടുത്തുണ്ട്. ഏകദേശം വില വരുന്നുണ്ട് ഇതിന്. മാഗ്നൈറ്റ് നോക്കുന്നവരുണ്ടെങ്കിൽ സെയിം സാധനം തന്നെയാണ് രണ്ടും വരിക. അവർക്കും ഇത് പരിഗണിക്കാം. സെയിം സാധനം തന്നെയാണ്. 6,60,000 രൂപ കൊടുക്കാം നമുക്ക്. 2023 മോഡൽ, 20,000 കിലോമീറ്റർ, RXZ വരുന്ന സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ക്വാളിറ്റി വണ്ടി. പാതി വിലേന്റെ അടുത്ത് മിസ് ചെയ്യേണ്ട. ഫുൾ ഓൺ കിട്ടൂലേ? ഫുൾ ഓൺ. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർക്ക് നമുക്ക് ക്യാഷ് ബാക്ക് കൊടുക്കാം. CVT ഓട്ടോമാറ്റിക് ആണ്. എനിക്ക് തോന്നുന്ന ലോങ്ങിലൊക്കെ ഒരു 13 കിലോമീറ്റർ ഏകദേശം മൈലേജ് എന്തായാലും കിട്ടും. 13. ഓക്കെ. അടുത്തത് Kia Sonet KL 13 കണ്ണൂർ വണ്ടിയാണ്. കിയയുടെ അതായത് ന്യൂ ലോഗോ വന്നിട്ടുള്ള ഷേപ്പ്. ഇത് 2022 മോഡലാണ്. 23 രജിസ്ട്രേഷൻ. ഇതും ഓടാൻ മറന്നുപോയ വണ്ടി. 13,000 കിലോമീറ്റർ മാത്രം ഓടിക്കുന്ന ജെന്യൂൻ കിലോമീറ്റർ. 2022 മോഡൽ, 23 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന Kia Sonet. പെട്രോൾ മാനുവൽ. ഏതാ ഓപ്ഷൻ? ഇത് ബേസ് ഓപ്ഷനാണ്. പക്ഷേ എന്നാലും അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉണ്ടല്ലോ. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ ഉണ്ട്, എയർ ബാഗ് ഉണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ട്. 2 പവർ വിൻഡോ. മ്യൂസിക് സിസ്റ്റം മാത്രം വെച്ചിട്ടില്ല. എയർ ബാഗ് എന്താ? സീറ്റ് കവറിലൊക്കെ എയർ ബാഗ് ഉണ്ടല്ലോ ഇതിൽ. എല്ലാം കാണുന്നു. ഡൗട്ടില്ലേ? പൈസ നമുക്ക് കുറച്ച് കൊടുക്കാം. നമുക്ക് 6,40,000 രൂപയ്ക്ക് 2022 മോഡൽ, 23 രജിസ്ട്രേഷൻ, വെറും 13,000 കിലോമീറ്റർ മാത്രം ഓടിക്കണം. ആക്സിഡന്റ് ഹിസ്റ്ററിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത ക്ലാസ് വണ്ടി. അപ്പം നിങ്ങളൊരു സ്വിഫ്റ്റ്, ബലേനോ ഇങ്ങനത്തെ ഒക്കെ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഇതാ ഒരു അടിപൊളി കോമ്പാക്ട് എക്സി കൊടുക്കാം. അതിനേക്കാൾ ഹൈറ്റിലിരുന്ന് ഓടിക്കുകയും ചെയ്യാം അല്ലേ? അതെ. അത്യാവശ്യം മൈലേജും കിട്ടുകയും ചെയ്യും. പിന്നെ ഒരു 12-15 റേഞ്ചൊക്കെ മൈലേജും ഉണ്ടാവും അല്ലേ?
വേറെ ക്ലെയിമും കാര്യമൊന്നും ഒന്നുമില്ല, നല്ല വണ്ടി, ഫുൾ ലോൺ കിട്ടും. ഫുൾ ഓൺ, നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം നമുക്ക്. അടുത്തതാ മാഗ്നറ്റ് വന്നു, 2 കൈകർ നമ്മൾ കണ്ടു. ഇനി നിസാന്റെ മാഗ്നറ്റ് ആണ്. KL 2 കൊല്ലം വണ്ടിയാണ്. ഏതാ മോഡൽ? ഇത് 2024 മോഡൽ, 2025 രജിസ്ട്രേഷൻ. വെറും 25,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വരുന്ന മാനുവൽ മാഗ്നറ്റ്. 25,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 24 മോഡൽ, 28 വരെ വാറണ്ടി ഉണ്ടാവും. എക്സ്റ്റൻഡ് വാറണ്ടി ഉള്ള വണ്ടിയാണ്. 28 വരെ കമ്പനി വാറണ്ടി, എക്സ്റ്റൻഡ് ആയിക്കില്ല. കമ്പനി വാറണ്ടി 3 വർഷത്തേക്ക് കമ്പനി വാറണ്ടി. 28 2-ാം മാസം വരെ നിലനിൽക്കുന്ന വാഹനമാണ്. ഇതേത് ഓപ്ഷൻ വരുന്ന ഏതാ? ഇത് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. ടോപ്പാ? ഓട്ടോമാറ്റിക്കാ? മാനുവൽ. മാനുവൽ മാനുവൽ ടോപ്പിന്റെ വാഹനമാണ്. 1 ലിറ്റർ നോൺ ടർബോ എൻജിൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 13, 16, 17 വരെയൊക്കെ മൈലേജ് ഏകദേശം പ്രതീക്ഷിക്കാം. 6,50,000 രൂപ കൊടുക്കുക. 2024 മോഡൽ, 25 രജിസ്ട്രേഷൻ, 25,000 കിലോമീറ്റർ ഓടിക്കുന്ന വാറണ്ടിയോട് ഉള്ള വണ്ടി. 6,50,000 രൂപയ്ക്ക് ഫുൾ ലോൺ. 6 ലക്ഷത്തിന് ഓക്കെ, ഇതും കിട്ടുന്നുണ്ട്. അപ്പോൾ ഫുൾ ലോണിൽ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. അടിപൊളി വാഹനങ്ങൾ, അടിപൊളി പ്രൈസിനാണ് അല്ലേ? അതെ, ചെറിയ പൈസക്ക്. ഓക്കെ, എല്ലാ ലോ കിലോമീറ്റർ വണ്ടികൾ. ടാറ്റ നെക്സോൺ ഫസ്റ്റ് ഷേപ്പ് നെക്സോൺ ആണ് അടുത്തത്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2018 മോഡലാണ്. 50,000 കിലോമീറ്റർ ഓടിക്കുന്ന XM വേരിയന്റിൽ വരുന്ന സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. ലോ കിലോമീറ്റർ 50,000 പെട്രോൾ മാനുവൽ ആണ്. സെക്കൻഡ് ഓപ്ഷൻ ആണ്. AC പവർ സ്റ്റിയറിംഗ്, ഫോർഡ് ഫ്ലോറിന്റെ സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ എല്ലാം വരുന്ന വണ്ടി. ഓക്കെ, ഒരു ടിയാഗോന്റെ പൈസ കൊടുക്കാം നമുക്ക്. 4,55,000 രൂപയ്ക്ക് ഫുൾ ലോൺ. 18 നെക്സോൺ 4,55,000 ഫുൾ ലോൺ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ആക്സിഡന്റ് ഹിസ്റ്ററിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത കോമ്പാക്ട് SUV കിട്ടി, 5 സ്റ്റാർ റേറ്റിംഗ്. വിഷുവിന്റെ ഓഫർ കഴിഞ്ഞിട്ടില്ല. ഓട്ടോബോളിൽ എല്ലാ ദിവസവും ഓഫർ തന്നെയാണ്. എന്നാലും ഒരു സ്പെഷ്യൽ ഓഫറാണ്. മാക്സിമം വണ്ടി 30-ാം തീയതി വരെ ഓഫറിൽ തന്നെ വിൽക്കണം. എന്താഘോഷമായാലും ഓഫർ തന്നെ. അടുത്തതാ ബ്രസ, ന്യൂ ഷേപ്പ് ബ്രസയാണ്. KL 8 രജിസ്ട്രേഷൻ വാഹനം, തൃശ്ശൂർ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2025 മോഡലാണ്. വെറും 4,000 കിലോമീറ്റർ ഓടിയേക്കണ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന VX വേരിയന്റ്. 4,000 മാത്രം. പുതിയ വണ്ടി നോക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി എടുക്കാൻ പറ്റും. അതായത് സിംഗിൾ ഓണർഷിപ്പ് തന്നെ. സിംഗിൾ ഓണർഷിപ്പ്, ആക്സിഡന്റ് ഹിസ്റ്ററിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത നിലവിലെ വാറണ്ടിയോട് കൂടിയുള്ള വണ്ടി. നിലവിലെ കമ്പനി വാറണ്ടി 2028 8-ാം മാസം വരെ കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന വെറും 4,000 കിലോമീറ്റർ ഓടിയ VXi ബ്രസയാണ്. മിഡിൽ ഓപ്ഷൻ പെട്രോൾ വാഹനമാണ്. 9,95,000 രൂപ കൊടുക്കുക. ഓഫർ പ്രൈസ് 9,95,000. ഇത് ഇറങ്ങുന്ന സമയത്ത് എത്ര ഉണ്ട്? ഒരു 13 രൂപയുടെ മേളിൽ ഉണ്ടാവില്ലേ? മേളിൽ വരുന്നുണ്ട്. അതെ, VXiക്ക് തന്നെ കേട്ടോ. ഓക്കെ, അപ്പോൾ മൈലേജ് 13 ഉണ്ടാവില്ലേ ഏകദേശം? പ്രതീക്ഷിക്കാം. അത്ര ഉണ്ടെന്ന് തോന്നുന്നു. സോറി, ഒന്ന് നോക്കി നോക്കുവാണെങ്കിൽ. VXi ആണ് മിഡിൽ ഓപ്ഷൻ. വെറും 4,000 കിലോമീറ്റർ മാത്രം. ഹൈലൈറ്റ് ചെയ്ത് പറയുന്നു 9,95,000 രൂപയ്ക്ക് ഫുള്ളോ. ഓക്കെ, സ്മാർട്ട് ഹൈബ്രിഡ് അല്ല, നോർമൽ ആണ്. മൈലേജ് ഒരു 11, 15 വരെയൊക്കെ ഏകദേശം മൈലേജ് പ്രതീക്ഷിക്കാം. അണ്ടർ വാറണ്ടിയാണ്, ലോ കിലോമീറ്റർ. ഓക്കെ, താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. ഫുൾ ലോണിൽ കൊണ്ടുപോകും അല്ലേ? അതെ. അടുത്തത് മാരുതി സുസുക്കി ജിംനി. ഇതും ഇവിടെ അങ്ങനെ കാണാത്ത റേറ്റാണ്. KL 1 രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. ഇതൊക്കെ താറ് ജിംനി ഒക്കെ എടുക്കാൻ തുടങ്ങിയത് ഏതായാലും കാലം പോണെന്ന് കോലോന്ന് മാറി വെക്കാമല്ലോ. 2025 7,000 കിലോമീറ്റർ മാത്രം ഓടിക്കണ 4 വീൽ ഡ്രൈവ് വരുന്ന ജിംനി. 4 വീൽ ഡ്രൈവ് ഓടാൻ മറന്നുപോയ വണ്ടി. മാനുവൽ 4 വീൽ ഡ്രൈവ് മാനുവൽ ആണ്. 25 9-ാം മാസം. അപ്പോൾ 28 9-ാം മാസം വരെ വാറണ്ടി ഉണ്ടാവും. കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന ജിംനിയാണ്. എത്ര ഓട്ടം പറഞ്ഞതിന്? 7,000 കിലോമീറ്റർ. 7,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് തന്നെ കിടക്കുകയാണ്. ഓക്കെ, പെട്രോൾ മാനുവൽ 4x4 വാഹനമാണ്. ഇപ്പോൾ ഓൺ റോഡ് 16 ലക്ഷം വില വരുന്ന വണ്ടി. നമുക്ക് മാക്സിമം വില കുറച്ചിട്ട് കൊടുക്കാമല്ലോ. 12,65,000 രൂപ കൊടുക്കാം. 12,65. ഇനി വേറെ എന്തെങ്കിലും ഓഫർ ഉണ്ടോന്ന് അറിയില്ല ഷോറൂമിൽ. അത് ചെറിയൊരു ഓഫർ എന്തായാലും ഉണ്ടാവും. എന്നാലും വില കുറച്ച് മാറ്റമുണ്ട്. 12,65-നാണ് ഇപ്പൊ കിട്ടുന്നത്. 28 വരെ വാറണ്ടിയിലേക്കുന്ന ഫുൾ ഓപ്ഷൻ ജിംനി. മാസം പഴക്കമുള്ള വണ്ടി. ആൽഫ അല്ലേ? ആൽഫ ഏറ്റവും ടോപ്പ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അപ്പൊ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. ഒരു പരിക്കൂലല്ലോ, ഒരു വരിക്കില്ല, ഒരു ക്ലെയിം ഇല്ല. അൺടച്ച് വണ്ടി, ക്വാളിറ്റി വണ്ടി. 12,60,000 ഫുൾ ഓൺ കിട്ടും. അടുത്തത് റിനോ ഡസ്റ്റർ KL 2 കൊല്ലം വണ്ടിയാണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2017 മോഡലാണ്. RX S വരുന്ന വേരിയന്റ്, ഏറ്റവും ഫുൾ ഓപ്ഷൻ. RX S ടോപ്പിന്റെ തൊട്ട് താഴെ, RX Z തൊട്ട് താഴെ RX S. ഓക്കെ, 2017 മോഡലാണ്. 1 ലക്ഷം കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. ഏതാ? 85 ഉണ്ടോ? 85 ഡീസൽ. അതെ, ഓക്കെ. ഓട്ടം ഓടിയിട്ടുണ്ട്. കറക്റ്റ് സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടി. പ്രോപ്പർ ഹിസ്റ്ററി ആണ്. ആക്സിഡന്റ് ഹിസ്റ്ററി ഇല്ല, ഫ്ലഡ് ഇല്ല. സിംഗിൾ ഓണർഷിപ്പിൽ ക്വാളിറ്റി വണ്ടി. നല്ല മെക്കാനിക്കൽ എല്ലാ കാര്യങ്ങളും നല്ല വണ്ടി. RX X എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് എല്ലാം വരുന്ന വാഹനമാണ്. പിന്നെ 85 കൊണ്ട് വലിയ മെയിൻ്റെനൻസ് ഉണ്ടാവില്ല. 110 ആകുമ്പോഴല്ലേ മെയിൻ്റെനൻസ് വരുക. പിന്നെ വലിയ ടച്ചപ്പ് ഒന്നും കയറിയിട്ടില്ല തോന്നുന്നു അല്ലേ വണ്ടി? നല്ല വണ്ടി, ഒരു നല്ല വണ്ടിയുടെ ഗണത്തിൽ പെടുത്താൻ പറ്റുന്ന ഒരു വണ്ടി. 2017 മോഡൽ. 5,95,000 രൂപയ്ക്ക് ഫുൾ ഓൺ.
മാനുവൽ അല്ല 2017 മോഡൽ മാനുവൽ ഡസ്റ്റർ 1,00,000 കിലോമീറ്റർ കൂടി പ്രോപ്പർ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ആക്സിഡന്റോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. 5,95,000 ഫുൾ ഓണിൽ 5,95,000 ഡസ്റ്റർ ഉണ്ട്. 85 ആണ്, മൈലേജും കിട്ടും. 17-18 ലോങ്ങിലൊക്കെ മൈലേജ് ഉണ്ടാവും അല്ലേ? അതെ. അടുത്തത് ഒരു സെൽട്ടോസ് ആണ്, ബ്ലൂ കളർ KL 39 രജിസ്ട്രേഷൻ, തൃപ്പൂണിത്തുറ രജിസ്ട്രേഷൻ. അനസ്ക മൊത്തത്തിൽ ഇങ്ങനെ അപ്ഗ്രേഡ് ആയി അല്ലേ? മൊത്തത്തിൽ വണ്ടികൾ കോമ്പാക്ട് മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നു. ചെറുതൊന്ന് മാറ്റി പിടിക്കാണല്ലോ. അതെ, മാറ്റി പിടിച്ച് ചെറിയ സെഗ്മെന്റ് കൂടുതലായിട്ട് ഇപ്പോൾ ഈ ഒരു സെഗ്മെന്റിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ മോഡൽ? 2019 മോഡലാണ്. 80,000 കിലോമീറ്റർ കൂടിയാണ് 2019 മോഡൽ. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന സെൽട്ടോസ്. ഏത് ഓപ്ഷൻ? ഇത് പെട്രോൾ ഏത് ഓപ്ഷൻ? HTK പ്ലസ് ആണ്. HTK പ്ലസ് ആണ്. 19 മോഡൽ ഉണ്ട്. പുഷ്പട്ടനം വരും കേട്ടോ. പുഷ്പട്ടനൊക്കെ വരുന്നുണ്ട്. ഓക്കെ. ഓട്ടം പോയിട്ടുണ്ട് പെട്രോളിൽ. ഓട്ടം പോയി. മൈലേജ് എന്ന് വെച്ചാൽ ഒരു 15 16 വരെയൊക്കെ കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, നല്ല വണ്ടി. ഇന്നലെ രാത്രി കയറിയ വണ്ടി. 2019 മോഡൽ. ഓണർഷിപ്പ് സിംഗിളാ? സിംഗിൾ ഓണർഷിപ്പിൽ. എത്ര ചോദ്യം? 8,10,000 കൊടുക്കാം. 8,10 2019 HTK പ്ലസ് 80,000 കിലോമീറ്റർ ഓടിയേക്കുന്ന സിംഗിൾ ഓണർഷിപ്പ് സെൽട്ടോസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ ഓൺ കിട്ടും. ഓക്കെ. ഈ ഫുൾ ഓൺ നിങ്ങളുടെ ട്രാക്ക് ഡിപ്പെൻഡ് ട്രാക്കാണ്. വണ്ടി ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് മാർക്കറ്റ് വാല്യൂ വെച്ചിട്ട് വണ്ടിക്ക് ലോൺ കൊടുക്കും. ബാക്കി നിങ്ങളുടെ കയ്യിലാണ്. അടുത്തൊരു ഡീസൽ എസ്ക്രോസ് ആണ്. KL 18 വടകര രജിസ്ട്രേഷൻ ആണ്, കോഴിക്കോട് ജില്ല. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2016 മോഡലാണ്. 80,000 കിലോമീറ്റർ ഓടിക്കുന്ന സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനം. ഡീസലാണ്. ലോ കിലോമീറ്റർ ആ വർഷം വെച്ചിട്ട് ലോ കിലോമീറ്റർ ആണ്. 80,000 ഡീസൽ, 18 റേഞ്ച് മൈലേജ് കിട്ടും. അത്യാവശ്യം നല്ല കുറ്റുറപ്പുള്ള വണ്ടിയാണ്, മാരുതിന്റെ കൂട്ടത്തിൽ. അതെ. ഓക്കെ. ഇത് സീറ്റ വേരിയന്റിൽ വരുന്നത് 2016 മോഡൽ. ഏറ്റവും ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെ, സെക്കൻഡ് അല്ല തേർഡ് വേരിയന്റ് തൊട്ട് താഴെ വരുന്നതാണ്. അലോയ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പുഷ്പട്ടം വരുന്നുണ്ട്. 5,30,000 ഫുൾ ഓൺ. 2016 മോഡൽ സീറ്റ വേരിയന്റിൽ വരുന്ന ഡീസൽ എസ്ക്രോസ് ആണ്. 5,30,000 ആക്സിഡന്റോ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. 80,000 ഓടിയിട്ടുള്ളൂ. ഓക്കെ. സീറ്റ ആണ് ഓപ്ഷൻ വരുന്നത്. ഇത്രയും ഫീച്ചേഴ്സ് വരുന്നൊരു വണ്ടി 5,30,000 ഫുൾ ഓണിൽ ഡീസൽ എസ്ക്രോസ്. മൈലേജിൽ അത്യാവശ്യം നല്ല കംഫർട്ടുള്ള വണ്ടി നോക്കി കിടക്കേണ്ട കൊണ്ടുപോകും അല്ലേ? വീണ്ടും എസ്ക്രോസ് തന്നെ ന്യൂ ഷേപ്പ് ആണ്. പക്ഷെങ്കിൽ ഇത് KL 58 തലശ്ശേരി രജിസ്ട്രേഷൻ ആണ്. ഓട്ടോമാറ്റിക് ആണ്. ഇത് അതെ. ഓക്കെ. 2021 മോഡൽ 40,000 കിലോമീറ്റർ ഓടിക്കണ ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്. ഇതിൽ MT അല്ലേ വരുന്നത്? MT തന്നെയാണ് ഗിയർ ബോക്സ് വരുന്നത്. ആൽഫ ഓട്ടോമാറ്റിക്. മൈലേജ് ഒരു 11 സ്മാർട്ട് ഹൈബ്രിഡ് അല്ലേ ഇതുവരെ? സ്മാർട്ട് ഹൈബ്രിഡ് 15 താഴെ കിട്ടൂലേ? കിട്ടും. 15-16 വരെ കിട്ടും സ്മാർട്ട് ഹൈബ്രിഡ് ആവും. 2021 മോഡൽ 40,000 കിലോമീറ്റർ ഓടിക്കണ സ്മാർട്ട് ഹൈബ്രിഡ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ. ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക്. 8,60,000 കൊടുക്കാം നമുക്ക്. 2021 മോഡൽ ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് എസ്ക്രോസ് പെട്രോൾ. സ്റ്റൈലിഷ് വണ്ടിയാണ്. അതെ. ന്യൂ ഷേപ്പിൽ നല്ല വണ്ടി. ഗ്രേ കളറാണ്. തലശ്ശേരി രജിസ്ട്രേഷൻ. ക്വാളിറ്റി വണ്ടി. 8,60,000 നമുക്ക് മാക്സിമം ഫുൾ ഓൺ തന്നെ ചെയ്ത് കൊടുക്കാം. ഫുൾ ഓപ്ഷൻ. അതെ. താല്പര്യം എന്തായാലും വിളിച്ചോളൂ. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം ഹ്യുണ്ടായ് ക്രെറ്റയാണ്. പഴയ ഷേപ്പ് KL 7 രജിസ്ട്രേഷൻ ആണ്. ഫുൾ ഓപ്ഷൻ അല്ലേ? ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ അടക്കം വരുന്ന വാഹനമാണ്. പെട്രോൾ ഓട്ടോമാറ്റിക് അല്ലേ? ഒരു 10-13 വരെയൊക്കെ മൈലേജ് ഉണ്ടാവും. അതെ. ഓക്കെ. 2018 മോഡൽ വെറും 44,000 കിലോമീറ്റർ മാത്രം ഓടിയേക്കണം ക്രെറ്റ പെട്രോൾ ഓട്ടോമാറ്റിക്. സൺറൂഫ് അടക്കം വരുന്ന വണ്ടി. വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അതെ. ഓട്ടോമാറ്റിക്കലി പെട്രോൾ. വിലയിൽ ചെറിയ പൈസക്ക് കൊടുക്കാം നമുക്ക്. ഓക്കെ. ലോ കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത്. വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ല. ഫ്ലഡോ കാര്യങ്ങളോ KL 07 ഫ്ലഡോ കാര്യങ്ങളോ ഒന്നുമില്ല. നീറ്റ് വണ്ടി. 6,95,000 രൂപയ്ക്ക് 2018 മോഡൽ ക്രെറ്റ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. 6,95,000 രൂപയ്ക്ക് നമുക്ക് ലോ കിലോമീറ്റർ ഹൈലൈറ്റ് ആണ്. ഈ യൂസ്ഡ് വാഹനങ്ങളിലേക്ക് വരുമ്പോൾ കിലോമീറ്റർ ഇതൊക്കെ ഹൈലൈറ്റ് ആണ്. ലോ കിലോമീറ്റർ വണ്ടി 6,95,000 നിങ്ങൾക്ക് ഫുൾ ഓൺ ക്യാഷ് ബാക്കും കൊടുക്കാം നമുക്ക്. 18 മോഡൽ ഉണ്ടല്ലോ. പെട്രോൾ ഓട്ടോമാറ്റിക്. ഓക്കെ. അപ്പോൾ ഫുൾ ഓണിൽ ഒരു ക്രെറ്റയും കൂടി. അപ്പോൾ തൽക്കാലം നമ്മൾ നിർത്തുകയാണ്. ഇപ്പോൾ ഒരു 10-15 വണ്ടി നമ്മൾ കാണിച്ചല്ലേ? ഓക്കെ. ഇത് മാത്രമൊന്നുമല്ല, 145 വണ്ടിയുണ്ട്. തുടക്കത്തിലേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 40,000 മുതലുള്ള വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഏത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചേട്ടെ. ഇപ്പോൾ കാണിച്ചാൽ ഓൾമോസ്റ്റ് കമ്പനി വാറണ്ടിയും അതേപോലെ തന്നെ മഹീന്ദ്രയുടെ വാറണ്ടി ഒക്കെ വരുന്ന വാഹനങ്ങളാണ്. 2 years വരെയൊക്കെ വാറണ്ടി കിട്ടുന്ന വാഹനങ്ങളാണ് കൂടുതൽ കാണിച്ചതും. അപ്പോൾ അതല്ലാണ്ട് തന്നെ വേറെ ഒരുപാട് ചെറുതും വലുതും എല്ലാ സെഗ്മെൻറ്റും ഉണ്ട്. ബാക്കി മോഡൽ കുറഞ്ഞ വണ്ടികൾ എല്ലാം ഉണ്ട്. ഏത് വേണമെന്നുണ്ടെങ്കിൽ വിളിക്കാം അല്ലേ? ചോദിക്കാം.
ഒരു 4-5 കോൺടാക്ട് നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിലുണ്ടാവും ബാക്കി നമ്പർ. വീഡിയോയിൽ 3 നമ്പർ കൊടുത്തിട്ടുണ്ടാവും. ബാക്കി നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആരെങ്കിലും വിളിച്ചു കിട്ടിയിട്ടില്ല അതിലേത് നമ്പറിൽ വേണമെങ്കിലും കോൺടാക്ട്. ആരും വിളിച്ചിട്ട് കമ്പനി നമ്പറിലെങ്കിലും വിളിക്കാം. അതെ, ഷോറൂമിൻ്റെ ലാൻഡ് ലൈൻ നമ്പറുണ്ട്, അതും വിളിക്കാം. ഓക്കെ, അപ്പോൾ ബാക്കി എല്ലാത്തിലും നിങ്ങൾക്ക് കാറ്റലോഗ് കിട്ടും അല്ലേ? കാറ്റലോഗ് അയച്ചു കൊടുക്കുക, ഇന്ത്യയിൽ അയച്ചു കൊടുക്കുക, ഫോട്ടോസ് അയച്ചു കൊടുക്കുക. വർഷോപ്പാനെ കൂട്ടി വന്നിട്ട് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് അണ്ടർബോഡി കാണാൻ വേണ്ടി വാഷിംഗ് സെന്ററിൽ പോയി അണ്ടർബോഡി കാണിച്ചു കൊടുക്കുക. മെക്കാനിക്കൽ ഇവിടെ കൊണ്ട് ചെക്ക് ചെയ്യാം. അതുകൂടാതെ വാറണ്ടി കിട്ടുന്ന വേണ്ടി നമുക്ക് 2 വർഷം വാറണ്ടി മഹീന്ദ്ര കൊടുക്കുന്നുണ്ട്. എല്ലാ സൗകര്യം ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏത് വേണമെന്നുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്താൽ മതി. വീഡിയോ റൈറ്റ് ഓഫ് കോൺടാക്റ്റിലും ഡിസ്ക്രിപ്ഷനിലും നമ്പർ ഉണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ കമൻസിൽ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വീണ്ടും നന്ദി അറിയിക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ടുള്ളതുകൊണ്ടാണ് നമ്മളിവിടെ എത്തിയത്. വീണ്ടും ആ സപ്പോർട്ട് തുടർന്ന് തന്നുകൊണ്ടിരിക്കുക. എല്ലാവർക്കും നന്ദി. താങ്ക് യു.